ദീർഘകാലം മുടങ്ങിക്കിടന്ന പയ്യന്നൂരിലെ സ്റ്റേഡിയം നിർമ്മാണം പുനരാരംഭിക്കുന്നു. പ്രാരംഭ നടപടിയായി സ്ഥലത്തിന്റെ ദൃഢത ഉറപ്പിക്കാനുള്ള പരിശോധനകൾ ആരംഭിച്ചു. 2021 പയ്യന്നൂരിലെ നിർദ്ദിഷ്ട പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് സ്റ്റേഡിയം നിർമ്മാണത്തിലുള്ള നടപടികൾ ആരംഭിക്കുന്നത്. കിറ്റ്കോയായിരുന്നു നിർവഹണ ഏജൻസി. പൈലിംഗ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെയാണ് കോട്ടയം ഐമനത്ത് പയ്യന്നൂരിന് സമാനമായ നിലത്ത് ഒരുങ്ങിയ സ്റ്റേഡിയത്തിന്റെ ഗാലറി ഇടിഞ്ഞുതാണത്. ഇതിനെ തുടർന്ന് സംസ്ഥാനത്ത് ചതുപ്പായിരുന്ന ഇടങ്ങളിൽ നിർമ്മാണത്തിലിരിക്കുന്ന മുഴുവൻ സ്റ്റേഡിയങ്ങളുടെയും പണി സുരക്ഷ ഉറപ്പാക്കിയ ശേഷം മതിയെന്ന് കിഫ്ബി തീരുമാനിച്ചു. ഇതുമൂലം പണികൾ നീണ്ടുപോയി. ആദ്യത്തെ കരാറുകാരൻ പിന്മാറി. ഇപ്പോൾ നിർവഹണ ഏജൻസി സ്ഥാനത്ത് നിന്നും കിറ്റ്കോയെ നീക്കി സ്പോർട്സ് കേരള ഫൗണ്ടേഷനെ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ സ്ഥലത്ത് ദൃഢതാ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു. 26 മീറ്റർ ആഴത്തിൽ പാറയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് സ്റ്റേഡിയം നിർമ്മാണത്തിന് ഗ്രീൻ സിഗ്നലായി. അടിസ്ഥാനപരമായ പ്രവൃത്തികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞ പശ്ചാത്തലത്തിലാണ് ഐമനത്ത് ഒരു സ്റ്റേഡിയം അടിതെറ്റി വീഴുകയും കേരളത്തിലെ മുഴുവൻ സ്റ്റേഡിയം നിർമ്മാണവും നിർത്തിവെക്കുന്ന രീതിയിലുള്ള തീരുമാനം ഗവൺമെൻറ് കൈക്കൊള്ളുകയും ചെയ്തു. അത് ഇതിൻ്റെ അടി എങ്ങനെയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തി മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കർശനമായിട്ടുള്ള നിലപാട് വന്നു. ഫൈലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്താലാണോ ഉറപ്പ് കിട്ടുക, സ്വാഭാവികമായ രീതിയിൽ നിർമ്മാണത്തിലേക്ക് പോകാൻ പറ്റും. ഈ കാര്യങ്ങളാണ് ഗവൺമെൻറ് പരിശോധിച്ചത്. അപ്പോൾ അത് നേരത്തെ ഉണ്ടായിരുന്ന ഏജൻസിയെ അവർ കാര്യക്ഷമമായിട്ട് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങൾ ഗവൺമെൻറ്റിൽ സമർപ്പിക്കുകയും സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഇതിൻ്റെ ചുമതലകൾ ഏറ്റെടുത്ത് അത് ഈ സ്റ്റേഡിയം പ്രവർത്തന പദത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ച് കഴിയുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.